നമസ്കാരം, എല്ലാവർക്കും കറിലീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ നല്ല ഡ്രൈ ആയിരിക്കുമ്പം അത്ര ടേസ്റ്റി ആയിരിക്കില്ല, കഴിക്കാനൊക്കെ ഇത്തിരി പാടാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിൽ വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പോൾ ഞാനൊരു 10-12 പീസ് ചിക്കനാണ് ഉള്ളത്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. മഞ്ഞൾപ്പൊടി കാൽ മുതൽ 1/2 ടീസ്പൂൺ വരെ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പൊ ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എരിവ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയാണ്. പിന്നെ അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ തൈര് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തൈര് നല്ല കട്ടി തൈരായിരിക്കണം, വെള്ളം പോലെ ഇരിക്കുന്ന തൈരൊന്നും ആയിരിക്കരുത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഇതിൽ കുറച്ചേ പാടുള്ളൂ. അപ്പോൾ ആ കട്ടി തൈര് ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് തൈര്. അപ്പൊ കട്ടി തൈരും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ മസാലകളെല്ലാം ഈ ചിക്കൻ പീസിൽ നന്നായിട്ട് പിടിച്ച് നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നല്ല കളർ വേണമെന്നുള്ളവർക്ക് റെഡ് ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ നമുക്ക് ഈ ചില്ലി പൗഡർ ഇതിൻ്റെ കളർ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ്സ് കഴിഞ്ഞു. ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൈ പാനോ എന്തെങ്കിലും എടുത്ത് വെക്കാം. അപ്പോൾ അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഏത് ഓയിലാണോ സാധാരണയായിട്ട് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്, അപ്പോൾ ഈ ഇരുമ്പ് ചട്ടി ചൂടായതിനു ശേഷം അത് ഒഴിച്ചു കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ്റെ പീസ് ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ഫ്രൈ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാവണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് സിമ്മിൽ ഇടണ്ട, മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല തീ വരുമ്പോഴത്തേക്കും മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കുക. അതുപോലെ ചെയ്തിരുന്നാൽ മതി. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടുന്നത്. അപ്പോൾ സിമ്മിലിട്ട് ചെയ്യരുത്. എൻ്റെ കൂടെ മോളും കൂടെ കുക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അവൾക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എൻ്റെ കൂടെ തന്നെ ആള് നിൽപ്പുണ്ട്. ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡൂടെ ഫ്രൈ ചെയ്യാം. അങ്ങനെ വേവാത്ത ഭാഗമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്. അത് കാരണം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അത് വേവ് കുറവുള്ള ചിക്കനാണ് ബ്രോയിലർ ചിക്കൻ. അപ്പം നമ്മൾ നാടൻ ചിക്കനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുത്താമെന്ന് തോന്നുന്നു, പല ചിക്കൻ്റെ വേവിനനുസരിച്ച്. എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും വെന്ത് കിട്ടാത്ത പോലെ ഇരിക്കും നാടൻ ചിക്കൻ. അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
എപ്പോഴും ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളത് ബ്രോയിലർ ചിക്കൻ തന്നെയാണ്. പക്ഷെ അത്ര ഹെൽത്തി അല്ല ബ്രോയിലർ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നാടൻ ചിക്കൻ തന്നെയാണ്. അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ ബ്രോയിലറാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ രണ്ട് സൈഡും ഏകദേശം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതൊക്കെ ഇതിന്നെടുത്ത് മാറ്റാം. അതിനുശേഷം അടുത്ത സെറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഏകദേശം ഇത്രയും ഓയിലൊക്കെ കിടന്ന് മുങ്ങി പൊരിക്കുമ്പോഴാണ് ചിക്കന് നല്ല ടേസ്റ്റ് വരുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്കും അത്ര ടേസ്റ്റി ആയിരിക്കില്ല. പിന്നെ ചൂടോടെ കഴിക്കാനാണ് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ചൂടോടെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. നല്ല മഴയത്തൊക്കെ കട്ടൻ ചായയും ചിക്കൻ ഫ്രൈയും കൂടെ ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മലബാറിലൊക്കെ ആൾക്കാർ കഴിക്കാറുള്ള ഒരു കോമ്പിനേഷനാണ്. അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈവനിങ്ങിലൊക്കെ എല്ലാരും കൂടി ഒക്കെ ഇരുന്ന് കട്ടൻ ചായയും ചിക്കൻ ഫ്രൈയും കഴിക്കുക. അത് ഒരു രസമാണ്. അത് മലബാർ ഏരിയകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം സൈഡിലൊന്നും. എല്ലാവരും എനിക്ക് തോന്നുന്നു ഡിന്നറിനും അതുപോലെ ലഞ്ചിനൊക്കെയാണ് കൂടുതലും ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. പക്ഷെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അതൊരു വെറൈറ്റിയാണ്. വേറെ ഒന്നിന്റെയും കൂടെ സൈഡ് ഡിഷ് ആയിട്ടല്ല, അല്ലാതെ തന്നെ കഴിക്കുക. അപ്പൊ അതൊരു രസമാണ്. അപ്പൊ അതൊന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മളെ ചിക്കൻ ഫ്രൈ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കില്ലേ? കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. അത് കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അത്ര ടേസ്റ്റി. ആ സ്മെല്ലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ അസാധ്യമായിട്ടുള്ള ഒരു മണമാണ്. അപ്പൊ അത് ഇതേ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ചിക്കന്റെ സോഫ്റ്റ്നെസ് കണ്ടോ, ഇത്രയും സോഫ്റ്റ് ആണ്. നമുക്ക് പിച്ചി എടുക്കാനായിട്ടൊക്കെ എടുത്ത് കഴിക്കാനായിട്ടൊക്കെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റിൽ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.